ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കുണ്ടായിരുന്ന ട്രേഡുകൾ ഇതൊക്കെയാണ്: 48 200, 22 400, 22 550, 22 600 സി. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ടോട്ടൽ ഒരു 10 ട്രേഡിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരു 10 ട്രേഡിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ട്രേഡുകളൊക്കെ നിങ്ങൾ ഒരൊറ്റ കണ്ടീഷനാണ് കേട്ടോ. നമ്മളൊരു രാവിലെ ഒരു ലെവൽ തരും. ആ ലെവലിൻ്റെ മുകളിലേക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. പിന്നെ ആ ലെവലിൻ്റെ മുകളിൽ തന്നെ റെഡ് ക്യാൻഡിലും ക്ലോസ് ചെയ്യണം. അതാണ് കണ്ടീഷൻ. അത് ആക്ടിവേറ്റ് ആയി നമുക്ക് തൊട്ടപ്പുറത്തെ ക്യാൻഡിലിൽ തന്നെ എൻട്രി എടുക്കാവുന്നതാണ്. ഇതാണ് നിഫ്റ്റി സ്പോട്ട് ഒരു റേഞ്ചിൽ തന്നെയാണ്. നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ 22,562 മുകളിലേക്ക് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ സി സൈഡ് എൻട്രി ഒക്കെ. അതുവരെ നിഫ്റ്റി റേഞ്ചിൽ തന്നെ നിൽക്കുള്ളൂ. ബേസിക്കലി നിങ്ങൾ അത്യാവശ്യം സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നന്നായി വരയ്ക്കാൻ പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു നിലനിൽപ്പുണ്ടാവും ട്രേഡിങ്ങിൽ കേട്ടോ. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും ട്രേഡ് എടുക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. നിഫ്റ്റി എവിടെയാണ്, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നിൽക്കണത്, നിഫ്റ്റി എങ്ങനെ നിൽക്കണത്, എങ്ങനെയൊക്കെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ഉണ്ടല്ലേ, ആ റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണില്ല. കാരണം നിഫ്റ്റി റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടേ ഇല്ല. അതാണ് കാരണം. രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ടൈമിൽ അത് നല്ല ബിഗ് മൂവ്മെൻറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഏത് സൈഡിക്കാണെങ്കിലും, പി ആണെങ്കിലും സി ആണെങ്കിലും ബിഗ് മൂവ്മെൻറ്റ് തന്നെ ആയിരിക്കും. ഇതാണ് നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ. ക്രൂഡ് ഓയിൽ നമ്മൾ ചെയ്യുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് കേട്ടോ. ഇത് രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഗ്രൂപ്പിൽ. ഇതിൽ ഒരു എൻട്രി ഉള്ളൂ, ഒരു ടൈപ്പ് എൻട്രി ആണ്. അതായത് 59 46 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ അടിയിലേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 58 54 അടിയിലേക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. 58 54 അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുക പി സൈഡ് കേട്ടോ. പിന്നെ 57 80 അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻട്രി ആണ്. ക്ലോസ് ചെയ്യണു, ഒരു ബൈയേഴ്സിൻ്റെ റിജക്ഷൻ കിട്ടണു, ട്രേഡ് എടുക്കണം. 57 80 അടിക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കുക. 58 54 അടിക്ക് വന്നു കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യണമെന്ന് നോക്കുക, എന്നിട്ട് ട്രേഡ് എടുക്കുക. 59 46 മുകളിലേക്കാണെങ്കിൽ സി സൈഡാണ്, ഡയറക്റ്റ് എൻട്രി ആണ്. സെല്ലേഴ്സ് റേഷൻ കണ്ടാൽ ഞാൻ അപ്പോൾ എടുക്കാം. നമുക്ക് ഉണ്ടായിരുന്ന ട്രേഡുകളൊക്കെ ഈ പറഞ്ഞ സ്ട്രൈക്കുകളിലാണ് കേട്ടോ. ഇത്രയും സ്ട്രൈക്കുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റത്തെ ട്രേഡ് ആയിരുന്നു കേട്ടോ, 22 400 സി. ഇന്ന് രാവിലെ മാർക്കറ്റ് സി സൈഡായിരുന്നു മൂവ് ചെയ്തത്. കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക, ബൈയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്ട് ചെയ്തു, അടിയിൽ നിന്ന് തന്നെ ട്രേഡ് എടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് ഒരു സെല്ലേഴ്സ് റേഷൻ കൂടി വരട്ടെ എന്നിട്ട് എടുത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ സെല്ലേഴ്സ് റേഷൻ കണ്ടു. നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കുമ്പോൾ കാണാം നല്ലൊരു മൂവ്മെൻറ്റ്, ബിഗ് മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. 144 3 ലെവലുണ്ടായിരുന്നു. 163 144 196. നമുക്ക് 196 കിട്ടണം. അപ്പോൾ ഇത്തിരി റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഒരു സെല്ലേഴ്സ് റേഷൻ കൂടിയും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും മാർക്കറ്റിൽ നിന്ന് ഒന്നില്ല. ഇവിടെയാണ് സെല്ലേഴ്സ് റേഷൻ കിട്ടിയത്. അതായത് 9.26 ക്യാൻഡലിൽ. അവിടെ നിന്ന് ഇപ്പോൾ ചാടി കയറിയെടുക്കൽ നടക്കില്ല കേട്ടോ. എന്നാൽ നമ്മുടെ ഒരു റേഞ്ച് അല്ല, അവിടെ എടുക്കാൻ പറ്റില്ല. പിന്നെ എടുക്കാൻ പറ്റുന്നത് ഇവിടെയാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ കയറി സെല്ലേഴ്സ് റേഷൻ കിട്ടി നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് കേട്ടോ. അവിടെ ചിലർ എടുത്തുണ്ടാവില്ല. ഞാൻ ഒരു സെല്ലേഴ്സ് റേഷൻ കൂടി കിട്ടട്ടെ എന്ന് കൊണ്ടായിരുന്നു. അങ്ങനെ നോക്കണവരെടുത്തുണ്ടാവില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ട്രേഡായിട്ട് കൺസിഡർ ചെയ്തെടുത്തവർ പ്രോഫിറ്റിലായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നു 48 100 സി. കൺസെപ്റ്റ് സെയിം തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്ത് 561 രൂപയെന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ സെല്ലേഴ്സ് റേഷൻ കാണണം നിങ്ങൾ എവിടെയാണ് നോക്കുക. കറക്റ്റ് 9.22 കാലാണ് സെല്ലേഴ്സ് റേഷൻ. പിന്നെ നമുക്ക് ലിമിറ്റിക്ക് കറക്റ്റ് വന്നിട്ടുമുണ്ട്. 2 കാനിലാണ് ലിമിറ്റ് വന്നിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡാണിത്. നന്നായിട്ട് ഹോൾഡ് ചെയ്യേണ്ട ഒരു ട്രേഡും കൂടിയാണ്. വൺ വേയിൽ ഒരു 80 പോയിൻ്റാണ് ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണത്. അതായത് ഇവിടെ നിന്ന് ഇട്ടിട്ട് ഇവിടെ വരെ ഒരു 80 പോയിൻ്റ് അടുത്താണ് ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണത്. പിന്നെ കുറേ നേരം ഹോൾഡ് ചെയ്തിട്ടാണ് ഫുൾ ടാർഗറ്റ് പോയിക്കണത്. പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന ട്രേഡ് 22 550 പി യിലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പി യിൽ 5 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഒറ്റ ലെവലിൽ തന്നെ 5 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് എടുത്തേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആ ടൈമിലത്തെ മൂവ്മെൻറ്റ്. നമുക്ക് ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ നോക്കാം കേട്ടോ. 22 550 പി 105 ഫസ്റ്റ് കൊടുത്ത ലെവൽ. 105ൻ്റെ മുകളിലേക്ക് കയറുന്നു, സെല്ലേഴ്സ് റേഷൻ കിട്ടണം, ലിമിറ്റിൽ നിന്ന് എടുക്കണം. പിന്നെ ഇതൊരു 50 പോയിൻ്റ് മൂവ്മെൻറ്റ് തന്നെയാണ് കിട്ടിയത് കേട്ടോ. ടോട്ടൽ 50 പോയിൻ്റാണ്. ഇനിയിപ്പോൾ അവിടെ ട്രേഡ് എടുക്കാൻ പറ്റാത്തവർക്ക് മുകളിലൊരു ഓപ്പർച്യൂണിറ്റിയാണ് 141 അല്ല 141 40 എന്ന് പറഞ്ഞ ലെവൽ. അവിടേക്ക് ഒരു സെല്ലേഴ്സ് റേഷൻ അവിടെ കിട്ടി. ഡയറക്റ്റ്ലി എൻട്രി എടുക്കുക. അതൊരു 15 പോയിൻ്റ് മുകളിലേക്ക് പോയി. പിന്നത്തെ ഒരു എൻട്രിയാണ് 22 550 പി. നമുക്ക് ഇവിടെ സെല്ലേഴ്സ് റേഷൻ കിട്ടി. പിന്നെ നേരിട്ടിട്ട് ഒരു 5-8 പോയിൻ്റ് കയറിയിട്ടുണ്ട്. പിന്നെ അത് എസ് എല്ലിലേക്ക് വരെ ചെയ്ത്. ബേസിക്കലി ഇതൊരു എസ് എല്ലല്ല കേട്ടോ. ഇതൊരു കോസ്റ്റ് എക്സിറ്റ് അടിക്കാനാണ് പറഞ്ഞത്. ഞാൻ എസ് എല്ലിൽ പോയവർക്ക് എസ് എല്ലാണ്. കോസ്റ്റ് പറഞ്ഞിട്ടായിരുന്നു. ഇനിയിപ്പോൾ ചെറിയ ലോസിൽ എക്സിറ്റ് എടുത്തോളം പറഞ്ഞിട്ടായിരുന്നു. ഞാൻ അതും പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ലോസോ അല്ലെങ്കിൽ കോസ്റ്റോ അല്ലെങ്കിൽ ഫുൾ എസ് എല്ലോ ഉണ്ടാവാം. 10 പോയിൻ്റ് എസ് എല്ല് ചിലപ്പോൾ പോയിണ്ടാവാം.
കോസ്റ്റ് ടോസ്റ്റ് പോയിണ്ടാവുക, അല്ലെങ്കിൽ ഒരു ചെറിയൊരു SL പോയിണ്ടാവുക. പിന്നെ ഇതേ ട്രേഡ് തന്നെയാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇതും ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. കറക്റ്റ് 10 പോയിൻറ്റ്. നിങ്ങൾ ഈ ട്രേഡ് ആക്ടിവേറ്റ് ആക്കി നോക്കി വെക്കുക. ഇവിടെ ട്രേഡ് സെല്ലേഴ്സ് റേഷൻ കണ്ട് ഒരൊറ്റ അടിക്ക് വന്നു ട്രേഡ്. ഇത്രയും അടിയിൽ നിന്നൊക്കെ എടുക്കുക പഞ്ച് ചെയ്തവർക്കാണെങ്കിൽ ഈ ട്രേഡ് SL ഒന്നും പോവില്ല, മനസ്സിലായില്ലേ? കറക്റ്റായിട്ട് 10 രൂപ 75 പൈസ വരെ വന്നിട്ടുണ്ട് അടിയിലേക്ക്. എന്നിട്ടാണ് തിരിച്ച് കയറുക ചെയ്യുന്നത്. നമ്മൾ 10 രൂപയാണ് SL ഇടുന്നത്, മനസ്സിലായില്ലേ? 10 രൂപയാണ് SL ഇടുന്നത്. അതിൻ്റെ അടിയിലേക്ക് ഒരു 50-60 പൈസ അടിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഓർഡർ അടിയിൽ നിന്ന് പഞ്ച് ചെയ്ത ആൾക്കാർക്ക് SL പോവില്ല. ഇനിയിപ്പോൾ അവിടെ SL പോയാലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ വേറൊരു റേഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ ലെവലിലേക്ക് തന്നെ റീ എൻട്രി ആണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ സർവീസ് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ചാടി കയറി എടുക്കണവർക്ക് അതൊക്കെ പ്രോഫിറ്റ് ആണ് കേട്ടോ. 131 മേടിക്കാൻ പറഞ്ഞത് 135 അത് എൻട്രി ആക്ടിവേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ 4 രൂപ വ്യത്യാസമുള്ളൂ. അതൊക്കെ എടുക്കാൻ പറ്റുന്ന പൊസിഷൻ തന്നെയാണ്. എടുക്കാത്തവരുടെ കുഴപ്പമൊന്നുമില്ല. ഇതൊരു 30 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട് അവിടെ. അങ്ങനെയാണ് ഈ 5 ട്രേഡ് വന്ന് കാണുന്നത്. പിന്നെ നമുക്കുണ്ടായിരുന്നത് 22,600 സീലാണ്. ഫസ്റ്റ് ട്രേഡ് കോസ്റ്റ് ആണ്. കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്. മറ്റേ സെല്ലേഴ്സ് റേഷൻ വന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാം. ഇവിടെ അങ്ങനെ തന്നെയാണ്. സെല്ലേഴ്സ് റേഷൻ വന്നു കഴിഞ്ഞാൽ റീ എൻട്രി ആണിത്. സെല്ലേഴ്സ് റേഷൻ വന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാം. ഇത് 1 വാലിന് 20 പോയിൻറ്റ് പോയിട്ടുള്ള ട്രേഡാണ്. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് ടോട്ടൽ ഇന്ന് ഉണ്ടായിരുന്നത്. ഇന്ന് അത്യാവശ്യം മോശമില്ലാത്ത ദിവസം തന്നെയാണ്. അത്യാവശ്യം പ്രോഫിറ്റ് എടുത്ത് പോകാൻ പറ്റുന്ന ഒരു ദിവസം തന്നെയാണ്. അങ്ങനെ SL ഒന്നും പറയാനൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. SL വരികയാണെങ്കിൽ തന്നെ 2 രൂപ 3 രൂപ 4 രൂപ എന്ന് പറഞ്ഞ രീതിയിലാണ് SL വന്നത്. 10 രൂപ ടോട്ടൽ SL വരേണ്ട ആവശ്യമില്ല. അത് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ മുൻകൂട്ടി പറയുന്നുണ്ട്. എക്സിറ്റ് അടിച്ചോളാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആവശ്യമില്ല എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കിട്ടിയത് ഇത്രയും ട്രേഡുകളാണ്. നിങ്ങൾക്ക് ഈ ട്രേഡൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾക്കും ഈ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാം. നിങ്ങളെന്തായാലും ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മാസങ്ങളോളം ട്രൈ ചെയ്ത് നോക്കി നോക്കുക. മാസങ്ങളോളം അല്ലാണ്ട് ആഴ്ചകളോളമല്ല, മാസങ്ങളോളം നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന്. അപ്പോൾ എന്നാലാണ് അത് സക്സസ് ആണോ അത് ഫ്ലോപ്പ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. നമ്മളൊരു ഫ്രീ ടെലിഗ്രാം ചാനൽ റൺ ചെയ്യുന്നുണ്ട്. അത് തികച്ചും ഫ്രീ ആണ് എല്ലാവർക്കും. അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മളവിടെ ഒരു 3-4 കോഴ്സ് എല്ലാ ദിവസവും ഇടാറുണ്ട്. ഫ്രീ കോഴ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കോഴ്സ് നോക്കാം. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ ഞാൻ തന്നെ കോഴ്സിന് ഒരു പ്രോബിലിറ്റി കുറവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കുറേ കോഴ്സ് ഇടാറുണ്ട്. സപ്പോർട്ട് റേഷൻസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണത്, മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണത്, ക്യാൻഡിൽസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണത്, അടുത്ത എൻട്രി എവിടെയാണ് വരണത്, ഇതൊക്കെ ഞാനിൽ പറയാറുണ്ട്. സ്ക്രീൻഷോട്ടും ഇടാറുണ്ട് കേട്ടോ. സ്പോട്ടിൻ്റെയാണ് പറയണത്, സ്പോട്ട് ചാർട്ടിൻ്റെയാണ് സ്ക്രീൻഷോട്ട് ഇടുന്നത് പറയണത്. അതിനനുസരിച്ചിട്ട് തന്നെ ഞാൻ സ്ട്രൈക്ക് ചാർട്ടിൻ്റെ ലെവൽസ് ഒന്നും കൊടുക്കാറുണ്ട്. വെറുതെ സ്പോട്ടിൽ ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രൈക്കിൽ എൻട്രി കൊടുക്കുന്നതല്ല. നമ്മൾ സ്ട്രൈക്കിൽ ഓൾറെഡി പ്രൈസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പ്രൈസാണ് നമ്മൾ ഇടുന്നത്. അത് ബ്രേക്ക് ചെയ്താലില്ലെങ്കിലും അത് ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഫ്രീ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ എൻ്റെ ഒരു കണ്ടീഷൻ മാത്രം നോക്കിയിട്ടല്ല, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൂടി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ നോക്കുക. പിന്നെ എല്ലാവരും നിന്നിട്ട് മാർക്കറ്റിനെ സ്റ്റഡി ചെയ്തിട്ട് തന്നെ നിങ്ങൾ ട്രേഡിലേക്ക് ഇറങ്ങാൻ നോക്കുക. നിങ്ങൾ ചെറിയ ക്യാപിറ്റൽ ഇട്ടാലും ശരി വലിയ ക്യാപിറ്റൽ ഇട്ടാലും ശരി മാർക്കറ്റിനെ പഠിച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റലൊക്കെ ഈസി ആയിട്ട് തന്നെ മാർക്കറ്റിന് കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ പരിപാടി മടുക്കും. ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞ സെറ്റപ്പ് നിങ്ങൾക്കത് മടുക്കും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള അറിവുകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കത് മടുക്കും. അത് അങ്ങനെ തന്നെയാണ്. കാശ് പോകുമ്പോൾ ആർക്കാണെങ്കിലും വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്, വേറെ ഒന്നുമല്ല. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുക. ഇപ്പം എൻ്റെ എന്നല്ല വേറെ ആരേന്നാണെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ട്രേഡർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്ട്രൈക്കിൽ ഏത് പ്രൈസിൽ ബൈ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോഴാണ് നിങ്ങൾ സക്സസ് ആവണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറയാറുള്ളതാണ്, പ്രോപ്പർ ബൈയിങ് പ്രൈസ് കിട്ടിയാലേ നിങ്ങൾക്ക് ട്രേഡിങ് സക്സസ് ആവാൻ പറ്റുള്ളൂ. അതെന്നും നിങ്ങൾ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് വരുന്നു അന്നേ നിങ്ങൾക്ക് പ്രോഫിറ്റും വരുള്ളൂ. കണ്ടിന്യൂസ് പ്രോഫിറ്റിൻ്റെ കാര്യമാണ് പറയണത്. ഒരു മാസത്തിൽ നിങ്ങൾ പ്രോഫിറ്റ് ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബൈയിങ് പ്രൈസ് കിട്ടിയേ പറ്റുള്ളൂ. ആരെങ്കിലും കൊടുക്കണ ബൈയിങ് പ്രൈസ് അല്ല, നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണ ബൈയിങ് പ്രൈസ്. എല്ലാ സ്ട്രൈക്കിനും അതിൻ്റേതായ ബൈയിങ് പ്രൈസുകളുണ്ട്. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. അതിൻ്റെ മുകളിലേക്ക് കയറിയാലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. അല്ലാണ്ടൊന്നും മാർക്കറ്റ് മൂവ് ചെയ്യില്ല. അത് സെല്ലേഴ്സിൻ്റെ ഏരിയ ആണ്. അതിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് കളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെല്ലേഴ്സിൻ്റെ ഏരിയ ആണ്. അതിൻ്റെ മുകളിലേക്ക് ബയ്യേഴ്സിന് ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ പെർട്ടിക്കുലർ സ്ട്രൈക്കിൽ പെർട്ടിക്കുലർ പ്രൈസിൽ മാറ്റങ്ങൾ വരണം. അതിൻ്റെ മുകളിലേക്ക് ക്യാൻഡിൽസ് വന്നാലാണ് അതിന് മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. അതാണ് മൊമെൻറ്റം ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാലാണ് നിങ്ങൾ പെർഫെക്റ്റ് ട്രേഡർ ആവുള്ളൂ. അതുവരെ നിങ്ങൾ സ്റ്റഡിങ്ങിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ ചൊവ്വാഴ്ചയാണ്, അടിപൊളി ട്രേഡ് ഡേ ആവട്ടെ.
അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ ബൈ.